ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ആൻഡ് USA. സോ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഒരു ട്രിപ്പാണ് കേട്ടോ. ആഫ്റ്റർ ഡെലിവറി നമ്മുടെ നിയോം കുട്ടനെയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ട്രിപ്പ് പോവാണ്. അങ്ങനെ മാപ്പൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഒരു 3.38 അവേഴ്സാണ് കേട്ടോ കാണിക്കണം. അപ്പോൾ ഇടയിൽ ഒരു ഗ്യാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 4 അവേഴ്സിൽ നമ്മളവിടെ എത്തും. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദാസാറിൻ്റെ പാട്ടൊക്കെ കേട്ട് പോകാൻ അതൊരു പ്രത്യേക ഫീലാണല്ലേ. ഞങ്ങൾ രണ്ടാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഈ പഴയ പാട്ടുകളൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ സ്കൈ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. റോഡ് ട്രിപ്പ് എടുക്കുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. നമ്മുടെ റോഡ്സൊക്കെ ഭയങ്കര സ്മൂത്താണ് ഇവിടെ, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ പോലെ കുണ്ടും കുഴിയും ഒക്കെ ഉള്ള റോഡാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് ഓടിക്കാറല്ലേ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാനക്കുട്ടി നിയോൻകുട്ടനും പിന്നിലിരിക്കുന്നുണ്ട് കേട്ടോ. കാർ സീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് രണ്ടാൾക്കും. അപ്പോൾ ഇതാ നമ്മളൊരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലിരുന്നാലും കാണാൻ പറ്റും ആ മോൻ എന്താ ചെയ്യണേന്നുള്ളതൊക്കെ. ജാനക്കുട്ടി ഇതാ ഡോളിനെയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ബാക്കിൽ. യാത്രകൾ എന്നും നമുക്ക് ഭയങ്കര പ്രിയമാണല്ലേ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ പുതിയ യാത്രകളും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടെലഹസി എത്തിയിട്ടോ. ഓൾമോസ്റ്റ് ഒരു 3.5 അവേഴ്സ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഡൗൺ ടൗണിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് ഡിസ്റ്റൻസിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് റൂമിൽ പോയി നമ്മുടെ ലഗേജൊക്കെ ഒന്ന് വെച്ച് കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ഈ കുറച്ച് നേരം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമ്മുടെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്ക് ഉണ്ട്, കെസ്കേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ റൂമിലെത്തി ഫ്രഷായി ഞങ്ങൾ അങ്ങനെ വേഗം തിരിച്ച് കയറി കേട്ടോ. നമുക്ക് ടൈം അധികം കളയാനില്ലല്ലോ, മാക്സിമം എൻജോയ് ചെയ്യട്ടെ അല്ലേ. അങ്ങനെ നമ്മളിത് ആ കാസ്കേഡ്സ് പാർക്കിൽ എത്തി കേട്ടോ. ഇത് ആക്ച്വലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹാർട്ട് ഓഫ് ഡൗൺ ടൗൺ എന്ന് തന്നെ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും സെൻറ്ററിലായിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ കാസ്കേഡ്സ് പാർക്ക്. നമ്മളിവിടെ നോക്കിയപ്പോഴും മെയിൻ അട്രാക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു പാർക്കായിരുന്നു. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ സൈഡിൽ കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ജാനക്കുട്ടി ഓടി കയറുകയാണ് കേട്ടോ കളിക്കാനായിട്ട്. ഈ കെസ്കേഡ് പാർക്സ് ആക്ച്വലി ഒരു 24 ഏക്കേഴ്സിലാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഒരു 2.3 മൈൽസിൻ്റെ ഒരു ട്രെയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ വാക്കിങ്ങും ജോഗിങ്ങും ഒക്കെ ചെയ്യണവർക്കുള്ള മെയിൻ ഒരു അട്രാക്ഷനാണ് കേട്ടോ. എസ്പെഷ്യലി ഡൗൺ ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ ആയ കാരണം ധാരാളം ആൾക്കാർ ജോഗിങ്ങിനും അതുപോലെ തന്നെ വാക്കിങ്ങിനും ഒക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ നമ്മൾ കണ്ടതാണ് കേട്ടോ ഈ ആഡേർലി ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു 3,500 സീറ്റ്സ് ആണുള്ളത്. കുറേ മ്യൂസിക്കലും തിയേറ്ററിക്കലും അതുപോലെ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ഒക്കെ അവിടെ നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ പോയ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ മറ്റൊരു അട്രാക്ഷനാണ് ഈ കാണുന്ന ഫൗണ്ടെയിൻ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ട് നടന്നു. കുറച്ച് നടക്കാനുണ്ട്. നടക്കാൻ ഇഷ്ടമുള്ളവർക്കും ഈവനിങ് ഒക്കെ നന്നായി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ പാർക്ക് ശരിക്കും 19th സെഞ്ച്വറിയിലത്തെ ഒരു ഗ്യാതറിങ് സ്പോട്ടായിരുന്നു കേട്ടോ. അതായത് ഹണ്ടേഴ്സും ട്രാവലേഴ്സും ഒക്കെ വന്ന് ഗ്യാദർ ചെയ്യണ ഒരു സ്പോട്ടായിരുന്നു. പിന്നീട് അത് കുറേ ഡെവലപ്പ് ചെയ്ത് വലിയൊരു പാർക്കായി മാറിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിനും കിഡ്സിന് കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ കണ്ടു കേട്ടോ. ജാനക്കുട്ടി അന്നും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എക്സ്ട്രാ, അതുകൊണ്ട് ആൾക്ക് കാണാനേ പറ്റിയുള്ളൂ, കളിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നിന്ന് നൈറ്റ് ആകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഫുൾ ലൈറ്റ്സ് ആവും ഇതിൽ. അപ്പോൾ നമ്മൾ പക്ഷെ അത്ര ലേറ്റ് ആക്കാൻ നിന്നില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു ചെറിയ പാർക്കും ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ജാനക്കുട്ടി കുറച്ച് ഫ്രീ ടൈം കൊടുത്തിട്ട് നമ്മളങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ആദ്യം അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേയും ജാനുവിന് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ സന്ധ്യയാവും തോറും നമ്മുടെ പക്ഷികളൊക്കെ കൂടണയാനായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് റെയിൽ റോഡ് സ്ക്വയർ കാണാനാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലോറിഡയുടെ ഓൾഡസ്റ്റ് റെയിൽ റോഡ്സ് ആണ്. 1834 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു റെയിൽ റോഡാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. അപ്പോൾ ഇപ്പോൾ അവിടെ നിറയെ ഷോപ്സും കഫേസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറേ ലോക്കൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വാൾസൊക്കെ അവർ ഫുൾ പെയിൻറ്റ് ചെയ്തൊരു സ്പെഷ്യൽ വൈബാണ് കാണാനായിട്ട്. പക്ഷേ സൺഡേസും വെനസ്ഡേയ്സാണ് അവിടെ മെയിൻ ഷോപ്സൊക്കെ ഓപ്പൺ ആവുള്ളൂ. ബാക്കിയുള്ള ഡേയ്സിൽ ചില ഷോപ്സ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആ വാൾസൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു ആക്ച്വലി സമയം. ഇപ്പോഴും അവിടെ ഇരുട്ടായിട്ടില്ല. അങ്ങനെ ഫ്ലോറിഡ A&M യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡൗൺ ടൗൺ എത്തി. അവിടെ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ ഫ്ലോറിഡയുടെ സ്റ്റേറ്റ് ക്യാപിറ്റൽ ബിൽഡിങ്. ഇവിടെ ധാരാളം മ്യൂസിയംസ് ഉണ്ട് കേട്ടോ കാണാനായിട്ട്.
അപ്പോൾ മ്യൂസിയംസൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ടലഹസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ക്യാപിറ്റൽ ബിൽഡിംഗ് ഉണ്ട്, അതുപോലെ ടലഹസിയുടെ ഒരു മ്യൂസിയം ഉണ്ട്, ഫ്ലോറിഡ ഹിസ്റ്റോറിക്കൽ ക്യാപിറ്റൽ മ്യൂസിയം, അതുപോലെ ഓട്ടോമൊബൈൽ മ്യൂസിയം, അങ്ങനെ ധാരാളം മ്യൂസിയംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിത് ആ KFCയിലേക്കാണ് വന്നത്. നമ്മൾ റൂമിൻ്റെ ജസ്റ്റ് 2 മിനിറ്റ്സ് ഡിസ്റ്റൻസിൽ തന്നെ KFC ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് കയറി കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം KFC കഴിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കഴിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിൽ കയറി. ഇനി നമ്മൾ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. റൂമിലേക്ക് പോണ വഴിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഫുൾ ഏരിയ മൊത്തം ട്രീസിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നാളെ നമ്മൾ സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, അമേരിക്കയിലെ തന്നെ ലാർജസ്റ്റ് സ്പ്രിങ്സ് ആയ വക്കൂല സ്പ്രിങ്സിൻ്റെ വിശേഷങ്ങളാണ് നാളത്തെ വീഡിയോയിലുള്ളത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.